സ്നേഹമുള്ളവരെയും, ഇന്ന് ഈ മാസാദ്യ വെള്ളിയാഴ്ച പണ്ടേ മുതൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനമുള്ള ഒരു ദിവസമാണ്. അതും ഈ മെയ് മാസത്തിൽ മാതാവിൻ്റെ മാസം, മെയ് 1-ാം തീയതി ഔസേപ്പിതാവിൻ്റെ ദിവസം, മെയ് 13-ാം തീയതി ഫാത്തിമ ദിവസം, ഫാത്തിമയിലെ അപ്പറേഷൻ്റെ സെൻറ്റിനറി കൊണ്ടാടുന്ന അവസരങ്ങൾ, ഉച്ചസമയം കുരിശിൻ്റെ വഴി കഴിഞ്ഞു. ഇതാ മാതാവും ജെറുസലേമിലെ സ്ത്രീകളും ഈശോയോടൊപ്പം കാൽവരിയിലേക്ക് പോകുന്നു. ആ വെള്ളിയാഴ്ച 3 മണി എന്നത് ലോകമെമ്പാടും നമ്മൾ കരുണയുടെ നിമിഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്, ഇല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഈ ആദ്യ വെള്ളിയാഴ്ചയോടുള്ള സ്നേഹമുള്ളവർ ആദ്യ വെള്ളിയാഴ്ച മരിക്കുമെന്ന് പറയാറുണ്ട്. എൻ്റെ അമ്മ ആ കൂട്ടത്തിലാണ്. ഈ ആദ്യ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ ദിവസം, അത് തിരുഹൃദയത്തിൻ്റെ ദിവസം, ഇല്ലേ? അപ്പോൾ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് തിരുഹൃദയത്തിനോടുള്ള ഭക്തി, ആ അമ്മ മരിച്ചത് ഒരു ആദ്യ വെള്ളിയാഴ്ച. ഇത് പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ആദ്യ വെള്ളിയാഴ്ച മരിച്ചെന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. മരണം, ഈശോയുടെ മരണം നമ്മുടെ മരണവും വാസ്തവത്തിൽ ഒന്നാണ്. ഞാനിപ്പോൾ മരണത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. കാരണം നമുക്കെല്ലാവർക്കും പേടി എന്താ? മരണത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ പലരും ഭയങ്കര രോഗമുള്ളവർ വന്നിട്ടുണ്ട്. എന്തിനാ വന്നേക്കണേ? ഇപ്പം മരിക്കണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ വന്നേക്കണേ, അല്ലേ? ഇപ്പം മരിച്ചില്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും മരിക്കും. ഇപ്പോൾ ഒരു 2 വർഷം നേരത്തെ മരിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്താ? അപ്പം നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ഭയമാണ് മരണം. എന്നാൽ ഈശോയുടെ മരണത്തെക്കുറിച്ച് എല്ലാ ദിവസവും ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, അവിടെ ആളുകൾ എന്നെ നോക്കി നിൽക്കുകയാണ്. എന്തിനാ ആളുകൾ നോക്കി നിൽക്കണേ? എന്നെ കൊല്ലാൻ. ഇപ്പം ജെറുസലേമിൽ, ഇപ്പം ഇവിടെയും ബാംഗ്ലൂരിൽ ഇന്ന വഴിക്ക് പോകുകയാണെങ്കിൽ അവിടെ ആൾക്കാർ നമ്മളെ കൊല്ലാൻ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകുമോ? ഒരിക്കലും പോകില്ല. പക്ഷേ ഈശോ പറയണത് അങ്ങനെയല്ല, ഞാൻ വേഗം ജെറുസലേമിലേക്ക് പോകണം, അവിടെ ആളുകൾ എന്നെ കൊല്ലാൻ നോക്കി നിൽക്കുകയാണ്. ഈശോ അത് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതും, ദാവീദ് രാജാവ് മുതൽ ജെറുസലേമിലെ വളരെ വലിയ ഭക്തന്മാരെല്ലാം എന്നും പാടിയിരുന്നതും കർത്താവീശോ മിശിഹ തന്നെ എല്ലാ ദിവസവും പാടിയിരുന്നതുമാണ് ഈ സങ്കീർത്തനങ്ങൾ. ഇപ്പം അതിൽ 22-ാം സങ്കീർത്തനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ആ 22-ാം സങ്കീർത്തനം ഈശോ ബാലനായിരുന്നപ്പോൾ മുതൽ പാടി 33-ാമത്തെ വയസ്സിലും പാടുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ നീ കൈവെടിഞ്ഞു. പിന്നെ അതിൻ്റെ താഴോട്ടിങ്ങനെ വരുമ്പോൾ പറയുകയാണ്, അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും. ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനം 22 എഴുതിയിരിക്കുകയാണ്, അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവർ എൻ്റെ വസ്ത്രങ്ങൾക്ക് ചിട്ടിയിടും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു ആകസ്മികമായിട്ട് നടന്ന സംഭവമാണോ?
ഈശോയ്ക്ക് 725 വർഷം മുമ്പ് യേശയ്യാ പ്രവചനത്തിൽ 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവർ എന്നെ കൊണ്ടുപോകും. അവൻ ക്ഷതമേൽക്കണം എന്നത് അവിടത്തെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ഷതമേൽപ്പിക്കാൻ വിട്ടുകൊടുത്തത്. അവിടുന്ന് ദൈവപിതാവ് തൻ്റെ ഓമന മകനെ, ഇത്രമാത്രം സ്നേഹിച്ച മകനെ എന്ത് ചെയ്യാൻ വിട്ടുകൊടുത്തു? പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും അവരാൽ തിരസ്കരിക്കപ്പെടുകയും അവരാൽ വഞ്ചിക്കപ്പെടുകയും അവരാൽ കുത്തി മുറിവേൽക്കപ്പെടുകയും അവരാൽ ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെടുകയും അവരാൽ ക്ഷതമേൽപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ്? നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ്റെ മേൽ ചുമത്തിയത്. അവൻ്റെ ക്ഷതങ്ങളാൽ നാം രക്ഷിക്കപ്പെട്ടു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈശോ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ കാലഘട്ടം, ഉത്ഥാനം കഴിഞ്ഞ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങളെല്ലാം ഒക്ടേവ് എന്ന് പറയും. ഒക്ടേവ്, 8 ആഴ്ച നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്, ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച്. അതിൽ ഈശോ എമ്മാഹൂസിലേക്ക് പോയ സംഭവം നമ്മൾ പല പ്രാവശ്യം കേട്ടു ഈ നാളുകളിലെ. അതിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ യേശുവിനെക്കുറിച്ചും യേശു അനുഭവിക്കാനിരിക്കുന്ന പീഠാനുഭവത്തെക്കുറിച്ചും കൃത്യമായി എഴുതിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. അവൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവൻ്റെ അസ്ഥികൾ ഒടിക്കില്ല. ഇത് യേശു എല്ലാ ദിവസവും പാടിയിരുന്നപ്പോൾ എന്തായിരിക്കും യേശുവിൻ്റെ മനസ്സിൽ? ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നത് യേശു ഇത് പാടുമ്പോൾ തന്നെ, ഒരു 12 വയസ്സിലും 15 വയസ്സിലുമൊക്കെ യേശു ഇത് പാടുമ്പോൾ തന്നെ യേശുവിൻ്റെ കൈകാലുകളിൽ കുറച്ചൊക്കെ വേദന എടുക്കണ്ടാവുമായിരിക്കില്ലേ? എടുത്തുണ്ടാവുമായിരിക്കണം. ഈശോ ആ ദിവസത്തെ മനസ്സിൽ കാണുകയാണ്. ഈശോ ദൈവമാണ്. ഈശോയെ സംബന്ധിച്ച് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയാണ്. ഈശോ ഓരോ രാത്രിയിലും ആ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നപ്പോഴെല്ലാം ഈശോ തീർച്ചയായിട്ടും ഇത് അനുഭവിക്കുക തന്നെയായിരുന്നു. ഇത് അനുഭവിച്ചാണ് ഈശോ ജീവിച്ചത്. അതനുഭവിച്ച് ഈശോ ജീവിക്കുമ്പോഴെല്ലാം ഈശോയ്ക്ക് സങ്കടം അല്ല ഉണ്ടാകുന്നത്, സങ്കടമല്ല. ഈശോയ്ക്ക് പ്രതീക്ഷയാണ്, ഇത് വേഗം സംഭവിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എനിക്ക് മറ്റൊരു മാമോദീസ സ്വീകരിക്കാനുണ്ട്, അതൊന്ന് വേഗം സംഭവിക്കും. നമ്മളെ സംബന്ധിച്ച് മരണം എന്നത് പലപ്പോഴും ഒരു ദുഃഖകരമായ സംഭവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് മരണം വലിയ ദുഃഖമുള്ള കാര്യമല്ല. എന്താ? ഒരാൾ മരിക്കുമ്പോൾ അയാൾ എവിടേക്കാണ് പോണേ? അയാൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. മനസ്സിലായോ? അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ, ലൂക്ക 20-ാം അധ്യായത്തിൽ 38-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വിവാദത്തിൻ്റെ അവസാനം പറയുകയാണ്, അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഒന്നെല്ലാവരും പറഞ്ഞ്, അവിടുന്ന് മരിച്ചവരുടെ അല്ല
ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. ആഹാ, അതുകൊണ്ടാണ് ഈ പൗലോസൊക്കെ പറയണത് എനിക്ക് മരണം നേട്ടമാണെന്ന്. മരണം എന്താണ്? എനിക്ക് നേട്ടമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ ഒരു കാര്യമാണ് മരണം. ഈ വചനം നമ്മൾ അധികം കേട്ടിട്ടില്ലെന്ന് തോന്നണില്ലേ? ഇപ്പം നമ്മൾ വായിച്ചത് ലൂക്ക 20, ഒന്ന് എഴുതി വെച്ചോ, ശരിക്കും എഴുതി വെച്ചോ. ലൂക്ക 20:38. ഈശോ നേരിട്ട് പറയുന്നതാണത്. എന്താ ഈശോ പറയുന്നത്? എന്താ പറയുന്നത്? ഒന്നുകൂടി എല്ലാവരും നേരിട്ട് പറഞ്ഞേ. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ മരിച്ചവരും അവിടത്തേക്ക് ജീവിക്കുന്നവർ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഈ ധ്യാന കേന്ദ്രം ആരുടെ പേരിലുള്ള ധ്യാന കേന്ദ്രമാണ്? ആരുടെ പേരില? കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ. ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിയോടുള്ള ആ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമല്ല ഇവിടെ ഈ ഓടി നടക്കുന്ന അച്ഛന്മാരെല്ലാവരും ഇല്ലേ? ആണോ അല്ലയോ? ആ കൊച്ചു ത്രേസ്യ പുണ്യവതി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ അതോ മരിച്ചു പോയോ? ഈ കൊച്ചു ത്രേസ്യ തന്നെ ജീവിതകാലത്ത് നമ്മളെപ്പോലെ ഒരുപാട് നാളൊന്നും ജീവിച്ചില്ല ആള്. നമ്മളിങ്ങനെ ജീവിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു ത്രേസ്യ പറയണേ എനിക്കിവിടെ ജീവിക്കണ്ട, എനിക്ക് സ്വർഗത്തിൽ ജീവിച്ചാൽ മതി. ഞാൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഇവിടേക്ക് റോസാ പുഷ്പങ്ങൾ വിടരും. ഞാൻ സ്വർഗത്തിലാണെങ്കിലും എനിക്ക് ഭൂമിയിലേക്ക് ധാരാളം അനുഗ്രഹം ചൊരിയാം. അതാണ് ബുദ്ധി. വരണ്ടില്ലായിരുന്നു തോന്നണ്ടോ? പക്ഷെ ഈ പറയണത് സുവിശേഷമാണിത്. കൊച്ചു ത്രേസ്യ ജീവിച്ചിരുന്ന കാലത്ത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊച്ചു മകളുടെ ബുദ്ധി. അവൾ 3-3.5 വയസ്സ് കാലത്ത് വരെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അമ്മ വേദന കൊണ്ട് പൊളയുകയാണ്. അമ്മ മരിക്കാറായിട്ടുണ്ട്. 3-4 വയസ്സിലോ മറ്റാണ് കൊച്ചു ത്രേസ്യക്ക് 3-4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. കൃത്യം ഇച്ചിരി വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. എങ്കിലും ആ മരിക്കുന്നതിന് കുറേ ദിവസം മുമ്പൊക്കെ ഈ കൊച്ചു പെണ്ണ് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്. എന്താ പറഞ്ഞത്? അമ്മ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന എന്തിനാണ്? അമ്മയ്ക്ക് വേഗം അങ്ങ് മരിച്ച് സ്വർഗത്തിൽ പോയിക്കൂടെ? അവിടെ ഭയങ്കര സന്തോഷം. നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുമോ 3-4 വയസ്സുള്ള കൊച്ചു അങ്ങനെ പറയണത്? അത്രയ്ക്ക് വിസ്മരണീയമായ ഒരു ജ്ഞാനം കൊച്ചു ത്രേസ്യയ്ക്ക് കുഞ്ഞായിരുന്നപ്പോഴേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോഴോ കൊച്ചു ത്രേസ്യ 24 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 16 വയസ്സിൽ കർമ്മലീത്ത മിണ്ടാമഠത്തിൽ ചേരുമ്പോൾ വയസ്സ് അത്രയും വയസ്സിൽ ചേർക്കില്ല. എന്നിട്ട് പോപ്പിൻ്റെ അടുത്ത് വരെ. അപ്പോൾ ആ സമയത്ത് റോമിലേക്ക് ആൾക്കാർ പോകുമ്പോൾ ഇവളും കൂടെ പോയി. എന്തിനാണ് ഇവള് പോയത്? ഇവള് റോം കാണാനൊന്നുമല്ല പോയത്, പോപ്പിൻ്റെ അടുത്ത് പോയിട്ട് ശുപാർശ മേടിക്കണം, എനിക്ക് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മഠത്തിൽ ചേരാൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞേക്കണത് പോപ്പിനോട് സംസാരിക്കാനൊന്നും പാടില്ല, അവിടെ ഒന്ന് മുത്തി പോരണമെന്നാണ്. ഇവളെന്ത് ചെയ്ത് ചെന്നിട്ട് പോപ്പിൻ്റെ കയ്യിലങ്ങ് കയറി പിടിച്ചിട്ട് പറഞ്ഞ് അങ്ങയുടെ ജൂബിലി പ്രമാണിച്ച് ഒരു സമ്മാനം എനിക്ക് തരണം. എന്താ? എനിക്ക് മഠത്തിൽ ചേരണതിന് ഇത്ര വയസ്സായാലേ ചേർക്കുള്ളൂ എന്നാണ് പറയണേ, പക്ഷെ എനിക്കിപ്പം തന്നെ ചേരണം. പോപ്പ് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും, ദൈവഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അവള് കയറി. ഒരുപാട് നാളൊന്നും കന്യാസ്ത്രീ ആയി ജീവിച്ചില്ല. 9 വർഷം. 24ാമത്തെ വയസ്സിൽ ആള് സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ ഇവരെല്ലാവരും മരിച്ചു. പക്ഷെ അവർ മരണശേഷം വളരെ ശക്തമായ പ്രവർത്തന മേഖലകളുണ്ട് എന്ന് മരിക്കുന്നതിന് മുമ്പ് അറിയാമായിരുന്നു. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് ചെയ്യാം. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് ഈശോയും ഞാൻ വേഗം മരിക്കണം. ഞാൻ ചെറുപ്പത്തിലേക്ക് ചിന്തിച്ചിട്ടുണ്ട്, ഈവൻ ഈ സുവിശേഷ വേലയൊക്കെ ആരംഭിച്ച കാലത്ത് പോലും ചിന്തിച്ചിട്ടുണ്ട്, ഈ കർത്താവ് ഈശോ മിശിഹ 3 വർഷം സുവിശേഷ വേല ചെയ്തത് എന്താ? ഒരു 19 വർഷം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ലോകമെല്ലാം വേഗം സുവിശേഷവൽക്കരിക്കപ്പെടുമായിരുന്നില്ലേ? പിന്നീടാ മനസ്സിലായത്, എന്തോ ഒരു മണ്ടനാണ് ഞാൻ. സുവിശേഷം ആകണമെങ്കിൽ മനുഷ്യൻ്റെ പാപം പരിഹാരം ചെയ്യപ്പെടണം. മനുഷ്യന് പാപപരിഹാരം ചെയ്യപ്പെടണമെങ്കിൽ എന്തു വേണം? ഈശോ മരിക്കണം. പക്ഷേ ദൈവത്തിന് മരണമുണ്ടോ? ദൈവത്തിന് മരണമുണ്ടോ? അപ്പോൾ അതാണ് ഈ മരണം എന്നതിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കാനുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു കരിങ്കൊടിയും കാണിച്ച് കറുത്തക്ഷരത്തിൽ ഒരു കുറിയും അടിച്ച് ഇന്ന ആള് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന വിവരം ദുഃഖസമേതം അറിയിക്കുന്നു. എന്ന് ഇതൊക്കെ മാറും? എന്നെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെ ഒരു കുറി കിട്ടോ, എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ കർത്താവിൽ നിദ്ര പ്രാപിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന കാര്യം സന്തോഷസമേതം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എങ്കിൽ നമ്മളൊരു വിശ്വാസിയാണ്. ഒന്ന് നോക്ക്, എന്തെങ്കിലും കാലത്ത് അങ്ങനെ ഒരു കുറി അടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക സമ്മാനം കിട്ടും. സ്വർഗത്തിൽ പോകണമെന്നുള്ളതിനെ ദുഃഖിക്കേണ്ട എന്താ ആവശ്യം? പറയും, കർത്താവിൽ നിദ്ര പ്രാപിച്ചു എങ്കിൽ ആളെവിടെ പോയി? സ്വർഗത്തിൽ. അതിനെവിടെ ദുഃഖിക്കേണ്ട ആവശ്യം എന്താ? ഇങ്ങനത്തെ ചില സെറ്റിംഗ് ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്മളുടെ മനസ്സിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഒരു ദുഃഖ വാർത്തയുണ്ട്. എന്തു പറ്റി? ഞങ്ങളുടെ വികാരിയച്ഛൻ മരിച്ചു. അതിന് ദുഃഖ വാർത്ത ആവണെന്താ? വികാരിയച്ഛൻ എന്നായാലും മരിക്കില്ലേ? മരിക്കോ ഇല്ലയോ? അങ്ങനെ മരിച്ചാൽ എവിടെ പോവും? അങ്ങനെ നേരെ സ്വർഗത്തിൽ പോവും. എല്ലാ ദിവസവും ഈ കുർബാനയിൽ ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഈശോ തന്നെയായ ആൾ എവിടെ പോവും? അതിൽ ദുഃഖം എന്താണ്? അപ്പോൾ ഈ മരണത്തിനെ ചേർന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. കൊച്ചു ത്രേസ്യ, ഇപ്പം ഇവിടുത്തെ എത്ര വിശുദ്ധന്മാരാണ്! ഈ എലിയാസ് അച്ഛനും മരിയൻ ഏപ്രാസി അമ്മയും മരിയൻ ത്രേസ്യയും എവിടെ പോയി? നമ്മുടെ അൽഫോൻസാമ്മ, അൽഫോൻസാമ്മ, ഇവരെല്ലാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ അതോ അവർ പോയോ? അവർ പോയിട്ടില്ല. അതാണ് ഈ വിശുദ്ധന്മാരുടെ ജീവിതവുമായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത്. പുണ്യവാന്മാരുടെ ഐക്യത്തിലും വിശ്വസിക്കുന്നു. ഇവരാരും വാസ്തവത്തിൽ മരിച്ചിട്ടില്ല. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും തമ്മിലുള്ള, ശരീരത്തിൽ നിന്ന്, ആ പുസ്തകം എടുത്ത് കാറ്റഗിസം, ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നതിനെയാണ് മരണമെന്ന് പറയുന്നത്. താങ്ക് യു. ഇത് സഭയുടെ മതബോധന ഗ്രന്ഥമാണ്, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്. എന്തോ കർത്താവ്, ഇത് ഞാൻ തുറന്നപ്പോൾ തന്നെ എനിക്കത് കിട്ടി. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. മരണം മനുഷ്യൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്.
ദൈവിക പദ്ധതിക്ക് അനുസൃതമായി തൻ്റെ ഭൗമിക ജീവിതം നയിക്കാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അന്ത്യമാണ് മരണം. അല്ലാണ്ട് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 1013 നമ്പർ 1013 എഴുതുന്നവരൊന്ന് എഴുതിക്കോ. ക്രിസ്തുവിനോടുകൂടി 1005 ക്രിസ്തുവിനോടുകൂടി ഉയർക്കാൻ നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കണം. നാം ശരീരത്തിൽ നിന്ന് അകലുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും വേണം. മരണമാകുന്ന ആ വേർപാടിൽ, എന്താണ് ഈ വേർപാടെന്ന് പറഞ്ഞത്? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്ന് കൈ ഉയർത്തി ഒന്ന് ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ വീശി കാണിച്ചേ. വെരി ഗുഡ്. ശ്രദ്ധിക്കണം. എന്താണ് മരണം? ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുകയും ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു, ശരീരം മണ്ണിലേക്ക് പോകുന്നു. ഇതൊന്നും അവസാനിക്കുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല. നമുക്ക് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഒരിക്കൽ ഒരാൾ എപ്പോഴും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ചേച്ചി എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഇൻറ്റൻസീവ് കെയറിലാണ് പ്രാർത്ഥിച്ച്. പിന്നെ 2 ദിവസത്തേക്ക് ഒരു വിളി ഉണ്ടായില്ല. അപ്പം നമ്മൾ ധ്യാനത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഭാര്യ പറയാണ്, എല്ലാം അവസാനിച്ചു ബ്രദറേ എന്ന് പറഞ്ഞാൽ ആള് പോയി ബ്രദറേ. അപ്പം നമുക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ അങ്ങോട്ട് നിരാശപ്പെടരുത്. ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും പോയിട്ടുമില്ല. ഇതാണ് നീ വിശ്വസിക്കേണ്ടത്. എന്നാലും ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയ്ക്കൊരു പ്രയാസം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ ഈ മരണത്തെക്കുറിച്ചാണല്ലോ പറയണതൊക്കെ. പരിശുദ്ധാത്മാവ് നയിക്കുന്നമാതിരി പോട്ടെ അല്ലേ. ജർമ്മനിയിൽ വെച്ചൊരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മച്ചി എന്ന് പറയാൻ പറ്റില്ല, 7 മക്കൾ, ഇങ്ങനെ പടിപടിയായിട്ടുള്ള 7 മക്കൾ. അവളുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. 7 മക്കളെ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജർമ്മനി പോലെയുള്ള സ്ഥലത്ത് 7 മക്കളുടെ എന്നൊക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഇവൾക്ക് ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല, ഒരാൾക്കും ഇവളെ ആശ്വസിപ്പിക്കാനും പറ്റുന്നില്ല. ഇവൾ പറയണത്, എന്തിനാണ് ദൈവം എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയത്? ഞാൻ പെട്ടെന്ന് എനിക്കും ഇത്തിരി സങ്കടമൊക്കെ വന്നു. കാരണം 7 മക്കളെ. ഇവള് ഒരു വീട്ടമ്മയാണ്, വേറെ ജോലിയൊന്നുമില്ല താനും. അയാളായിരുന്നു ജോലി ചെയ്തിരുന്നത്, കാശുണ്ടാക്കിയിരുന്നത്. അയാളെ കർത്താവ് കൊണ്ടുപോയി. കർത്താവിൻ്റെ ചില നേരത്തെ പണികളെ നമുക്ക് മനസ്സിലാവില്ല. അവർക്ക് ഗവൺമെൻറ്റിൽ തത്വങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളൊരു സഹായം കിട്ടാനൊക്കെ ആയിട്ട്. ഞാനിങ്ങനെ എങ്ങനെ ഇവളൊന്ന് ആശ്വസിപ്പിക്കണം എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു ആശയം. ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ ഭർത്താവ് ഇപ്പം എവിടെയാണ്? നിൻ്റെ ഭർത്താവ് ഇപ്പം എവിടെയാണ്? അയാൾ പോയി എന്ന് പറഞ്ഞാൽ എവിടെ പോയി? അവൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ശുഷ്കിച്ച അവസ്ഥ. നമുക്ക് ഉടനെ ഉത്തരം പറയാൻ പറ്റണം, ഉടനെ ഉത്തരം പറയാൻ പറ്റണം. അഥവാ ഭർത്താവ് പോയിന്നോ മരിച്ചെന്നോ അല്ല പറയേണ്ടത്. എൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ പോയി എന്ന് പറയണം. എൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോയി എന്ന് പറയണം. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോയി എന്ന് പറയാൻ പറ്റണം. അതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അവള് പറയണേ, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിൻ്റെ ദുഃഖത്തിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇതെങ്ങനെയാണ് കണക്കിൽ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഇങ്ങനെ ഞാനങ്ങ് തുടങ്ങി ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാനതെങ്ങനെ അറിയും? നീ അറിയണം, നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് പറഞ്ഞു. നിൻ്റെ ഭർത്താവ് മാമോദീസ സ്വീകരിച്ചവനാണോ?
പിന്നെ ഞങ്ങൾ ട്രഡീഷണൽ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. അപ്പൊ മാമോദീസായിൽ എന്ത് സംഭവിക്കുന്നു? മാമോദീസായിൽ അവൻ ദൈവമകനായി മാറുന്നു. അവൻ്റെ ആത്മാവിൽ ദൈവം തൻ്റെ മുദ്ര കുത്തിയിരിക്കുന്നു. അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. അവൻ സ്വർഗത്തിന് അവകാശിയായി മാറുന്നു. അവകാശി. അവനെ ആ സ്വർഗത്തിൽ നിന്ന് മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതിനുശേഷം സ്ഥൈര്യലേപനം, ദൃഢീകരണ സംസ്കാരം എന്നാ പറയാ. ദൃഢീകരണ സംസ്കാരം എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൃഢീകരണ സംസ്കാരം, കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇനി അവൻ ആ സ്ഥൈര്യലേപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് ഒരു ശക്തിക്കും ഒരു പിശാചിനും ഒരു പാപത്തിനും അവനെ ക്രിസ്തുവിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ അകറ്റാൻ പറ്റില്ല. ഇനി അവൻ എന്ത് പാപം ചെയ്താലും കർത്താവ് ഈശോ മിശിഹ അതിനുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോഴേക്കുണ്ടല്ലോ അവളുടെ മുഖത്ത് ഒരു എന്താ പറയാ, പ്രസന്നവദനർ. കുർബാനയില്ലേ പ്രസന്നവദനർ. അവളുടെ മുഖത്ത് ദുഃഖം മാറാൻ തുടങ്ങി. ഇനി ഞാൻ ചോദിച്ചു, ഇയാള് വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ടോ? പിന്നെ ഇയാൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. അപ്പൊ എന്താണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പറയണത്? എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. പിന്നെന്താ? ഓക്കെ, നിത്യായുസ്സവനേകും ഞാൻ. അപ്പോൾ ഞാനിത് അങ്ങനെ ആ വചനം പറഞ്ഞു. ഇന്നലെ ഇവിടെ ഒരു മഠത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കലണ്ടർ എന്ന് മനസ്സിലായി. ആ കലണ്ടറിൽ എഴുതിയിരിക്കുകയാണ് പോപ്പ് പയസ് 5. പോപ്പ് പയസ് 5 പറയുന്നു, സ്വർഗത്തിലേക്കുള്ള ദ ഈസിയസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഈസ് ദ ഈസിയസ്റ്റ് shortest and fastest way to heaven. Pope Pius V. Holy Communion is the fastest and shortest way to heaven. എന്തുകൊണ്ടാ? ഹെവൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, അവൻ നിത്യം ജീവിക്കും. അവനത് ഭക്ഷിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലാണവൻ. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇവളുടെ ദുഃഖം കംപ്ലീറ്റ് പോയി. പിന്നെ ഞാൻ പറഞ്ഞു, നിന്റെ 7 മക്കളെ നിന്റെ ഗർഭത്തിൽ ഉരുവാക്കിയ തമ്പുരാൻ ഇപ്പോഴും ഉണ്ടോ നിന്റെ കൂടെ? ഉണ്ട്. നീ എന്തോ കഠിനാധ്വാനം ചെയ്തിട്ടാണോ ഈ കുഞ്ഞുണ്ടായത്, അതോ ദൈവത്തിൻ്റെ പ്രവർത്തനമാണോ? ദൈവമാണ്. ആ ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുമോ? അപ്പോൾ ജർമ്മൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ആദ്യം മുയൽ വരും പിന്നെ പുല്ല് വരും. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഗർഭിണിയെ കുറിച്ചാണ്. ഒരു ഗർഭം എന്ന് പറഞ്ഞാൽ അതിനൊരു ആദ്യം മുയൽ വരും. അതായത് ആദ്യം മുയലിനെ ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ മുയലിന് ആവശ്യമുള്ള പുല്ല് ഉണ്ടാക്കാതിരിക്കുമോ? അത്രയ്ക്ക് മണ്ടനാണോ ദൈവം എന്ന് പറഞ്ഞ എല്ലാവരും ആദ്യം മുയൽ വരും പിന്നെ പുല്ല് വരും. അപ്പോൾ ഈ 7 മുയലുകളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പുല്ല് ഉണ്ടാക്കാതിരിക്കുമോ? സമാധാനമായി. അവൾക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ 3ാമത് പറഞ്ഞു, ഇയാൾ സ്വർഗത്തിലിരുന്നിട്ട് ഇപ്പം എന്താ പണി അവിടെ? അവിടെ അദ്ദേഹം ഇരുന്ന് ഭൂമിയിലുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവള് പറയാണ്, ശരിയാണ് കേട്ടോ, ഇപ്പം എൻ്റെ മക്കളൊക്കെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കാനും വരുന്നുണ്ട്, പള്ളിയിലൊക്കെ വരുന്നുണ്ട് പണ്ടത്തേക്കാൾ. അപ്പോൾ മരണം എന്നത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതാണ് കൊച്ചു ത്രേസ്യ മരിക്കാൻ സമയത്ത് അടുത്തുണ്ടായിരുന്ന സിസ്റ്റർമാരൊക്കെ പാവിട്ട് കരയാൻ തുടങ്ങി. അയ്യോ കൊച്ചു നീ പോകല്ലേ. കരച്ചിൽ കേട്ടപ്പോൾ കൊച്ചു ത്രേസ്യ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണേ, ഇത്രയും നാളും ഞാൻ ഇതിനു വേണ്ടിയല്ലേ, ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്ന നിമിഷം വന്നിരിക്കുന്നു. ഞാൻ മരിക്കുകയല്ല, ഞാൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കരയല്ലേ. നീ കരയല്ലേ, ഞാൻ മരിക്കുകയല്ല, നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചു ത്രേസ്യയുടെ കുറിച്ചുള്ള പുസ്തകങ്ങളിലെല്ലാം അവസാനം എഴുതിയിട്ടുണ്ട്. കൊച്ചു ത്രേസ്യയുടെ ആത്മകഥയിൽ അവൾ എഴുതാത്തതായിട്ട് ചേർത്തിട്ടുള്ള ഭാഗം ഇതാണ്, അവളുടെ മരണമൊഴി. ഇതാണ് അവളുടെ മരണമൊഴി. അത് അവൾക്ക് എഴുതാൻ പറ്റൂലല്ലോ. അവളുടെ മരണമൊഴി ഇതാണ്, ഞാൻ മരിക്കുകയല്ല, നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഡെത്ത്, ക്രിസ്തീയ മരണം എന്നത് നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. ഉയർപ്പെന്തെന്ന് മനസ്സിലാവണം. എന്താണ് ഉയർപ്പ്? ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ മരിക്കണം. അപ്പം എന്തിനാണ് നമ്മൾ മരിക്കുന്നത്? പ്രധാനമായിട്ട് ഉയർക്കാൻ വേണ്ടിയാണ്. എന്താണ് ഉയർപ്പ്? ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം ഈ ജീർണിച്ച ശരീരം മഹത്വീകരിക്കപ്പെടാൻ വേണ്ടി ആത്മാവ് കാത്തിരിക്കുന്നു. മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുന്നു. ദൈവം ശ്രദ്ധിക്കണം. ഒന്ന് കൈവീശി കാണിച്ച്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഉയർപ്പാണ്, ഉയർപ്പിന്റെ ശബ്ദമാണ് ഹല്ലേലൂയ. ഒന്നുകൂടി, ഹല്ലേലൂയ. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. നമ്മുടെ ശരീരങ്ങൾക്ക് ദൈവത്തിൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ഈ ജീർണിച്ച ശരീരത്തെ ഉയർപ്പിക്കുമെന്ന്. ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം. വിശ്വാസം എന്നത് പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം. വല്ല സംശയമുണ്ടോ? പിതാവ് ദൈവം സൃഷ്ടാവാണെന്നുള്ള വല്ല സംശയമുണ്ടോ? സംശയം. കർത്താവ് ഈശോ മിശിഹാ ജനിച്ചു, മരിച്ചു, ഉയർത്തു, ഇതൊക്കെ നടന്നു കഴിഞ്ഞ സംഭവമല്ലേ? വല്ല സംശയമുണ്ടോ? പരിശുദ്ധാത്മാവിലും സംശയമില്ല. പക്ഷെ എന്തിനാ സംശയമുള്ളത്? ഇതുവരെ നടക്കാത്തൊരു സംഭവമുണ്ട്. എന്താ നടക്കാത്ത സംഭവം? നമ്മൾ മരിച്ചാൽ ഈ ജീർണിച്ചു പോണ ശരീരം ഉയർക്കുമെന്ന്. ഷോ, എല്ലാവരും ഉയർത്തു കഴിഞ്ഞ് ഇത് എവിടെ നിൽക്കും? അതെങ്ങനെയായിരിക്കും? അതാണ് പൗലോസ് ഈശോ തോമാസ് ലിഹായോട് പറഞ്ഞത്, എടാ തോമായേ, നീ കണ്ട് വിശ്വസിച്ചു, എന്നാൽ ഇവിടെയുള്ള തോമാമാരെല്ലാം കാണാതെ വിശ്വസിക്കുന്നവരാണ്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പം നമ്മുടെ മരണത്തെക്കുറിച്ചും മരണാനന്തരം നമുക്ക് എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചും വിശ്വസിക്കണം. അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം. നമ്മൾ ശരീരത്തിൻ്റെ നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും പറയണതാണ്. എന്താ പറയണേ? ശരീരത്തിൻ്റെ നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും. അപ്പോൾ നമ്മുടെ ഈ ശരീരം മരിച്ചാൽ ജീർണിക്കും എങ്കിലും ഗോതമ്പ് മണി ചീയുന്ന പോലെ അത് ചീഞ്ഞാലും അതിൽ നിന്നൊരു പുതിയ ഗോതമ്പ് ചെടി
വളർന്ന് വരുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ശരീരം നശ്വരതയിൽ നിന്ന് അനശ്വര ശരീരമായി, അനശ്വരമായ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സ്വർഗത്തിൽ സകല വിശുദ്ധന്മാരോടും ഒപ്പം നമ്മളും ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ വേഗം അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് വേഗം പോകാൻ. പക്ഷേ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കുറേ നാൾ കൂടി നീ വചനം പ്രഘോഷിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ആവേശം ഇതാണ്, ഞാൻ സ്വർഗത്തിൽ പോകുന്ന ദിവസം, ഞാൻ മരിക്കുന്ന ദിവസത്തെ എനിക്ക് കൃത്യമായിട്ട് കാണാം. സ്വർഗത്തിൽ ഭയങ്കര ബഹളം, കുറേ ആൾക്കാർ അവിടെ വലിയ ബാനറുമായിട്ട് പത്രോസിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് വലിയൊരു സ്വീകരണം കൊടുക്കണം. എന്താ കാര്യം? ഞങ്ങളുടെ തോമസ് പോൾ ഇങ്ങോട്ട് വരികയാണ്. അതെങ്ങനെയാ നിങ്ങളുടെ തോമസ് പോൾ ആകട്ടെ? ഈ തോമസ് പോൾ 25 വർഷമായിട്ട് വചനം പ്രഘോഷിച്ചത് കേട്ടത് കൊണ്ട് മാനസാന്തരപ്പെട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നേക്കണത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇപ്പോൾ തോമസ് പോൾ വരുമ്പോൾ ഞങ്ങൾക്കൊരു സ്വീകരണം കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. പത്രോസ് പറഞ്ഞു ഞാനും കൂടെ വരാം. അങ്ങനെ പത്രോസും ബാലാകമാരും, കൊച്ചു ത്രേസ്യ തീർച്ചയായിട്ടും ഉണ്ടാവും, പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും അടങ്ങുന്ന സ്വർഗം വന്നിട്ട് തോമസ് പോളെ നീ വേഗം വരൂ, സ്വാഗതം. പക്ഷേ ഇവിടെ RIP, റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഇല്ല വാസ്തവത്തിൽ. അത് നാട്ടിൽ എഴുതി വെച്ചേക്കണ കാര്യമാണ്. ഇവിടെ റൺ 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 കണ്ടോ? കൊച്ചു ത്രേസ്യ അവിടെ വെറുതെ ഇരിക്കുകയാണോ? അമ്മ ത്രേസ്യ വെറുതെ ഇരിക്കുകയാണോ? ഏബ്രാസ്യമ്മ അൽഫോൻസാമ്മ വെറുതെ ഇരിക്കുകയാണോ? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, സ്വർഗത്തിൽ ചുമ്മാ ഇങ്ങനെ റെസ്റ്റ് ഇൻ പീസ് എന്നുള്ളതിന് വേറെ അർത്ഥമാണ് കേട്ടോ. അവിടെ വെറുതെ ഇരുന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയാ ഹല്ലേ. നമ്മൾക്ക് അങ്ങനെയൊക്കെ ഒരു വിചാരമാണ്. അങ്ങനെ മാത്രമല്ല, പൊതിരപ്പണിയാണ് അവിടെ. എന്നോട് പറയും പത്രോസ്, ഉടനെ തന്നെ പാകിസ്ഥാനിലേക്ക് പ്രഘോഷിക്കണം, ചൈനയിൽ പ്രഘോഷിക്കണം, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ ആളില്ല. ഇവിടെ ഞാനിത് ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്ത് മാത്രമേ പ്രഘോഷിക്കാൻ പറ്റുന്നുള്ളൂ ജീവിക്കണമുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരും ഡൽഹിയിലും ബോംബെയിലും ഒരേ സമയത്ത് പ്രഘോഷിക്കാം. മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ന്യൂയോർക്കിലും ലണ്ടനിലും ടോക്കിയോയിലും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, ഇവിടെ എല്ലാം എനിക്ക് ഒരേ സമയത്ത് പ്രഘോഷിക്കാം. എന്ത് വേണം? ഇവിടെ വേണോ അവിടെ വേണോ? പറയും, നിങ്ങളൊന്ന് പറയും. പിന്നെ എന്നാ നമ്മുടെ ഈ മക്കളെയും ഇവരൊക്കെ വിട്ടു പോണോന്നുള്ള ഒരു വേദനയാണ് ഇല്ലേ? ഇവരെയൊക്കെ വിട്ടു പോയണ്ടേ? എന്നായാലും വിടണം. മനസ്സിലാക്കണം, സ്വർഗം വളരെയധികം പ്രവർത്തന മേഖലയുള്ളൊരു സ്ഥലമാണ്. അതാണ് കൊച്ചു ത്രേസ്യയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് കൊച്ചു ത്രേസ്യ പഠിപ്പിച്ചത്. കൊച്ചു ത്രേസ്യ വലിയ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, ഒരു തിയോളജി കോളേജിലും പോയിട്ടില്ല. പക്ഷേ ഇന്ന് കൊച്ചു ത്രേസ്യ ആരാ? കൊച്ചു ത്രേസ്യ സഭയിലെ വേദപാരംഗതയാണ്, ഡോക്ടർ ഓഫ് ദ ചർച്ച്. ആ കൊച്ചു ത്രേസ്യയുടെ പ്രാർത്ഥനാ പുസ്തകം പോപ്പ് വരെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാണ്. പോപ്പ് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാണ് കൊച്ചു ത്രേസ്യയുടെ പ്രാർത്ഥനാ പുസ്തകം. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് വായിക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം ഇവിടുന്ന്. അപ്പം ആ കൊച്ചു ത്രേസ്യയുടെ ജ്ഞാനം എന്താണെന്നായിരുന്നു, ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് എൻ്റെ സ്വർഗം മുഴുവനും ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ രക്ഷ വിതറാൻ ഞാൻ ഉപയോഗിക്കും. അപ്പോൾ കൊച്ചു ത്രേസ്യയാണ് ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥ. ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ എന്നാൽ ഈ കൊച്ചു ത്രേസ്യ മൈക്കെടുത്ത് എവിടെയെങ്കിലും സുവിശേഷം പ്രഘോഷിച്ചോ? അതാണ് ആ ബോധ്യം, വിശ്വാസം. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട നല്ല ബോധ്യം ഇതാണ്: മരണം ഒരിക്കലും ദുഃഖമല്ല, നേട്ടമാണ്. മരണം എന്നത്
ആ വാക്കിനെ നമുക്ക് കൃത്യമായ അർത്ഥം ആരും കൊടുക്കുന്നില്ല. മരണം എന്നത് ആത്മാവും ശരീരവും വേർപെടുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. ആത്മാവും ശരീരവും വേർപെടുന്നു, എന്നാൽ രണ്ടും ജീവിക്കുന്നുണ്ട്, രണ്ടും നശിക്കുന്നില്ല. രണ്ടും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. രണ്ടും നശിക്കുന്നില്ല, മനസ്സിലാക്കണം. ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു, ശരീരവും ദൈവത്തിലേക്ക് പോകുന്നു. എങ്ങനെ പോകുന്നു? ശരീരം മണ്ണിൽ ജീർണിച്ചിട്ട് ആ ജീർണിച്ച ശരീരം അന്ത്യദിനത്തിൽ ഉത്ഥാനം ചെയ്ത ശരീരമായി ദൈവത്തിലേക്ക് പോകുന്നു. അവിടെ ആ ശരീരത്തിൻ്റെ കൂട്ടുകാരിയായ ആത്മാവിനെ അന്വേഷിച്ച് നടന്ന് ആ ശരീരത്തിലുള്ള ദൈവത്വം ആ ആത്മാവുമായിട്ട് ഒന്നായി അങ്ങനെ ഒരു പൂർണ്ണ വ്യക്തിയായിട്ട് ജീവിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യം. എന്നാൽ അത് അന്ത്യമല്ല. അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം ഈശോ മരിച്ചു. ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ പറയണത് ദുഃഖ വെള്ളിയാഴ്ച എന്നാ, ഇംഗ്ലീഷിൽ പറയണത് ഗുഡ് ഫ്രൈഡേ എന്നാ. എന്തൊരു വ്യത്യാസം നോക്കി, നേരെ കിടക്കണ കണക്കാണ്. നമ്മൾ പറയും ദുഃഖ വെള്ളിയാഴ്ച, ഇംഗ്ലീഷിൽ പറയും ഗുഡ് ഫ്രൈഡേ. ഇനി ഈശോയുടെ ആ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. കഴിഞ്ഞു സമയം? ഓക്കെ. നമ്മളിപ്പോൾ പെട്ടെന്ന് ഞാൻ പറയാം, എന്നിട്ട് അതോടെ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈശോ മരിച്ച സമയത്ത് ഈശോയുടെ രക്തം മുഴുവനും വാർന്നു പോയോ ഇല്ലയോ? വാർന്നു പോയി. ആ ശരീരം തന്നെ നമ്മളിപ്പോൾ കുരിശുമ കിടക്കണ മാതിരിയൊന്നും ആയിരുന്നില്ല ശരീരം. എന്താണ് എഴുതിയിരിക്കുന്നത്? അവനെ കണ്ടവർ അമ്പരന്ന് പോയി, അവൻ്റെ അസ്ഥികൾ എണ്ണാമായിരുന്നു. അതായത് ഈ ചാട്ട കൊണ്ട് അടിച്ചിട്ട് ഈ ശരീരത്തിൽ നിന്നുള്ള എന്താ പറയുക, മാംസമെല്ലാം പറിച്ചെടുത്തുകയാണ്. അസ്ഥികൾ എണ്ണാമായിരുന്നു. അത്രയ്ക്ക് ഭയാനകമായ ആ ശരീരം അടക്കി സംസ്കരിച്ചു. അതാണ് നമ്മൾ യേശുവിൻ്റെ പീഡാനുഭവവും മരണവും സംസ്കാരവും ഉത്ഥാനവും. ആ സംസ്കാരത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സംസ്കരിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത ദിവസം ശനിയാഴ്ച ഈ സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർണം സംസ്കരിക്കപ്പെട്ടു എന്നുപോലെ തന്നെയാണ്. ഒരു വളരെ വിശുദ്ധമായ പ്രവൃത്തി അവിടെ നടക്കാൻ പോവുകയാണ്. ഈശോയുടെ ഈ ശരീരം, ഇതുവരെ ഈ ശരീരം മർത്യമായിരുന്നു. അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി സ്ത്രീയിൽ നിന്ന് അവൻ ജാതനായി, ഇല്ലേ? മർത്യമായ ശരീരം ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്തായി മാറി? അമർത്യ ശരീരമായി മാറി. യേശുവിൻ്റെ രക്തം പൂർണ്ണമായിട്ട് വാർന്നു പോയിരുന്നതായിരുന്നുവെങ്കിലും ഈ ഉയർത്തെഴുന്നേറ്റ ആ കബറിടത്തിൻ്റെ ഉള്ളിൽ യേശുവിന് പുതിയ രക്തമുണ്ടായി. പുതിയ രക്തം പുതിയ ശരീരം ആയി യേശു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് പ്രത്യേക ശക്തിയാണ്. ആ ശരീരത്തിന് സ്ഥലകാല സീമകളെ അതിലംഘിക്കാം. ആ ശരീരത്തിന് ഈ മതിലിനപ്പുറത്തേക്ക് കവാടമില്ലാതെ കടക്കാം. സൂക്ഷ്മത ഉണ്ടായി ആ ശരീരത്തിന്. അതോടൊപ്പം ശ്രദ്ധിക്കണേ, ഈ യേശു പാതാളത്തിലിറങ്ങി. അതാണ് ഈ ഡിസെൻഡഡ് ഇൻ ടു ഹെൽ. പാതാളത്തിലിറങ്ങി ആദം മുതൽ യേശു വരെ ഉണ്ടായിരുന്ന മനുഷ്യരോട് സുവിശേഷം പ്രഘോഷിച്ചു. ആ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എടുത്തു. ആദത്തിനെയും ഹവ്വയെയും സ്വർഗത്തിലേക്ക് ഉയർത്തി. അതാണ് നമ്മൾ പാടുന്നത്. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും
പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. കാറ്റക്കിസത്തിൽ 635 ഖണ്ഡികയിലാണത് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ദുഃഖവെള്ളിയാഴ്ച ശനിയാഴ്ചയ്ക്ക് മുമ്പാണ്. ശനിയാഴ്ച എന്ത് സംഭവിച്ചു? ഈ യേശുവിൻ്റെ ശരീരം അമർത്യമായി മാറി, പുതിയ രക്തമായി, പുതിയ ജീവനായി. അതോടൊപ്പം ഉത്ഭവ പാപം ചെയ്ത ആദത്തെയും ഹവയുടെയും പാപം കുരിശിൽ ഏറ്റെടുത്തല്ലോ. ഏറ്റെടുത്തോ ഇല്ലയോ? കുരിശിൽ യേശു ഏറ്റെടുത്തത് എന്താണ്? ഉത്ഭവ പാപം. ആദിമാതാപിതാക്കൾ മുതലുള്ള, അതാണ് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ ഈശോ കുരിശിൽ ഏറ്റെടുത്തത് ആരുടെ പാപമാണ്? ഭൂലോക പാപം. ആദിമാതാപിതാക്കളുടെ ഉത്ഭവ പാപവും അതിൻ്റെ പരിണതമായിട്ടുള്ള എല്ലാ പാപവും, നമ്മുടെ പാപവും വരാനിരിക്കുന്നവരുടെ പാപവും യേശു ഏറ്റെടുത്തു. ഇത് വിശ്വസിക്കുക. അതിനാൽ യേശു മരണത്തിൻ്റെ താഴ്വരയിൽ കഴിഞ്ഞിരുന്നവരിലേക്ക്, അതായത് മരിച്ചവരിലേക്ക്, മരിച്ച ആ ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് എടുക്കുകയും ചെയ്തു. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഞങ്ങളുടെ മരണത്തെ പ്രത്യാശയോടെ കാണാൻ മരണഭയം ഞങ്ങളുടെ അടുത്ത് മാറ്റി, മരണം നിത്യതയിലേക്കുള്ള പ്രവേശനമാണെന്നും മരണാനന്തര ജീവിതം കൊച്ചു തിരശ്ശിയെ പോലെ വളരെയധികം പ്രവർത്തന സാധ്യതയുള്ളതാണെന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഒന്ന് സ്തുതിച്ചേ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിനിമകളവരെ ഈ മണിക്കൂറിൽ നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ച ബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദറിനെ പ്രത്യേകമായിട്ട് ദീപികാരണീശോയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഒത്തിരിയേറെ ശുശ്രൂഷകൾ നയിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ബ്രദറാണ് തോമസ് പോൾ ബ്രദർ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ചേരാത്തവരായിട്ട് ആരും തന്നെ ഈ കൂട്ടായ്മയിൽ കാണുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രമാത്രം തിരക്കുകളുണ്ടായിട്ടും ഇന്നേ ദിവസം നമ്മുടെ ആലയത്തിൽ കടന്നു വരുവാനും ശുശ്രൂഷ, നമ്മുടെ വചനപ്രഘോഷണം ഈ മണിക്കൂറിൽ നമുക്ക് നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട ബ്രദറെ സന്മനസ് കാണിച്ചു. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ പേരിൽ ബ്രദറിനെ നന്ദി പറയുകയാണ്. നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ബ്രദറിൻ്റെ ശുശ്രൂഷ നമ്മുടെ രാത്രിയിൽ ഇന്ന് പ്രത്യേകമായിട്ടുണ്ടായിരിക്കും. ഇന്ന് രാത്രി തിരുഹൃദയ രാത്രി ആരാധനയാണ്. രാത്രി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതും ബഹുമാനപ്പെട്ട ബ്രദറായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ രണ്ട് കാര്യങ്ങൾ ഈശോയുടെ പക്കൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ തോമസ് പോൾ ബ്രദറിനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും നിയോഗങ്ങളെയും അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളും അഭിഷേകങ്ങളും ഈ സഹോദരൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുവാനും അനേകം ദൈവമക്കളെ, ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി രക്ഷയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സകല വരങ്ങളും അഭിഷേകവും ഈശോ തന്നെ ആത്മാവിനെ ഭക്ഷിച്ചുകൊണ്ട് ഈ സഹോദരൻ നൽകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ചെന്ന് സ്വരമുയർത്തി ഈ സഹോദരന് വേണ്ടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, ഈ തോമസ് പോൾ ബ്രദറിനെ അങ്ങയുടെ സന്നിധിക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വചന പ്രഘോഷണയോർത്ത് ശുശ്രൂഷകളെയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകനെ അഭിഷേകം ചെയ്യണമേ, കൂടുതൽ അഭിഷേകം ദൂരത്തണമേ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾ നൽകണമേ. എല്ലാ
വരങ്ങൾ കൊണ്ടും ഈ മകനെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ആത്മാക്കളെ ഈ മകനിലൂടെ കർത്താവെ അങ്ങ് രക്ഷിക്കണമേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് എല്ലാ ആത്മാക്കളെയും ഈ മകന്റെ ശുശ്രൂഷകൾ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഈ മകൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ